ഇന്ന് ഇവാനി സ്കൂളിൽ നിന്ന് പിക്നിക്ക് പോവാട്ടോ. പോകുന്ന വഴി ഞങ്ങളൊരു മയിലിനെ കണ്ടിട്ടോ. അങ്ങനെ സെൻറ്റ് മേരീസിലെത്തിയിട്ടുണ്ട്. ആളുടെ ഫേസ് കണ്ടില്ലേ, ആൾ ഭയങ്കര ഹാപ്പിയാണേ. ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്ന പോലെ അല്ലല്ലോ, സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോൾ അതൊരു പ്രത്യേക വൈബല്ലേ. 7:15 ക്ലാസ്സിലെത്താനായിട്ടാണ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരു 7 മണിയായപ്പോൾ തന്നെ എത്തി. കാരണം വേറൊന്നുമല്ല, ആൾക്ക് തലേ ദിവസം മുതൽ ഉറക്കമേ ഇല്ല. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും, ടൈമായോ ടൈമായെന്ന്. ശരിക്കും നമ്മളും അങ്ങനെ തന്നെയല്ലേ. പ്രത്യേകിച്ച് എവിടെയെങ്കിലും ടൂറൊക്കെ പോകാനുണ്ടെങ്കിൽ തലേദിവസം നമുക്ക് ഉറക്കം കിട്ടില്ല അല്ലേ, രാവിലെ നേരത്തെ എഴുന്നേക്കോ എന്നുള്ളൊരു ടെൻഷൻ കാരണം. അങ്ങനെ ഇവാനും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നേരെ ക്ലാസ് റൂമിലോട്ട് പോവുകയാണ്. എല്ലാ കുട്ടികളും തന്നെ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവാനി ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ സ്കൂളിൽ തൊട്ടടുത്ത് നമ്മുടെ ഫോർട്ട് കൊച്ചി ബസിലിക്ക ചർച്ചാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ മാസ് നടന്നുകൊണ്ടിരിക്കുക, നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. പോകുന്നതിൻ്റെ 1-2 ദിവസം മുമ്പേ തന്നെ ടീച്ചേഴ്സ് കൃത്യമായിട്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് ക്ലാസ് ഗ്രൂപ്പ് വഴി നൽകിക്കൊണ്ടിരിക്കും. ടീച്ചേഴ്സ് കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുകയാണ്. പാരൻസിനെ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് ഞങ്ങളെല്ലാവരും എല്ലാ വർഷത്തെയും പോലെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് 2 ലൈനായിട്ട് വരിക മാത്രമല്ല, ഇവർക്ക് ടൂർ പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പെയറിനെ കൊടുക്കും. ഇവരായിരിക്കണം തുടക്കം മുതൽ ലാസ്റ്റ് വരെ പെയറായിട്ട് വേണം നടക്കാനായിട്ട്. അപ്പോൾ ഒരു കുട്ടി മിസ്സായാലും നമുക്ക് അറിയാൻ പറ്റും. ഇവാനിക്ക് പക്ഷേ ഒരു പെയറല്ല, 2 പേരുണ്ട്. അവർ ലാസ്റ്റ് വന്നപ്പോൾ 3 പേരും ഒന്നിച്ചായിരുന്നു. ആളങ്ങനെ ടാറ്റയും ഉമ്മയൊക്കെ തന്ന് വണ്ടിയിലോട്ട് കയറുകയാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ടൂറിസ്റ്റ് ബസ് അത്ര ഇഷ്ടമില്ലാത്ത ആളാണ്. ഞാൻ വൊമിറ്റ് ചെയ്യാൻ ടെൻഡൻസി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് കവറൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ടീച്ചേഴ്സ് നേരത്തെ പറയും കേട്ടോ. 3 ബസ്സാണ് കേട്ടോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആൾ ഏറ്റവും പുറകിരുന്ന് എനിക്ക് ടാറ്റയൊക്കെ തരുന്നുണ്ട്. ഇനി വൈകുന്നേരം വരെയുള്ള വെയിറ്റിംഗ് ആണ്. ഇത് കണ്ടോ, നമ്മളും കൂടെ ടൂർ പോയ പോലെയല്ലേ, അതുപോലെയാണ് ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ അവരവിടെ എൻജോയ് ചെയ്യുന്നത്. ബസ് എടുക്കുന്ന ആ ടൈം മുതൽ തിരിച്ച് വരുന്നത് വരെയുള്ള എല്ലാം വീഡിയോസും ഫോട്ടോസായിട്ട് നമുക്ക് ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ഏത് റൈഡിൽ കയറിയാലും ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി മാത്രമാണ് ആൾ ടൂർ പോകുന്നത് തന്നെ. കാരണം ഞാനാണെങ്കിൽ അങ്ങനെ സമ്മതിക്കാറില്ല. ട്രിപ്പ് എന്തായാലും അടിപൊളിയായിരുന്നു എന്നുള്ളത് ഇവരുടെ ഫോട്ടോസും വീഡിയോസും കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ പിള്ളേരും ഹാപ്പി, ഇതൊക്കെ കണ്ട ഞങ്ങൾ പാരൻസും ഹാപ്പി. തിരിച്ചു വരുമ്പോൾ ടീച്ചേഴ്സ് അവരുടെ ലൈവ് ലൊക്കേഷൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും. അതനുസരിച്ചിട്ട് ബസ് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് അവിടെ വന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികളെല്ലാവരും ഒന്നിച്ചിറക്കില്ല. പാരൻസ് ഓരോ കുട്ടിയുടെയും പേര് പറയുമ്പോൾ മാത്രമാണ് കുട്ടീനെ ഇറക്കുക ബസ്സിൽ നിന്ന്. ഇനി ടൂറ് പോയ വിശേഷങ്ങളുടെ ഒരു പേര് മഴയാണ്.